രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിരിക്കുന്നു. അത് ഹരിയാനയാണ്. ഹരിയാനയിൽ വലിയ രീതിയിൽ വോട്ട് തട്ടിപ്പ് നടന്നതിന്റെ രേഖകളുമായി രാഹുൽ ഗാന്ധി ഇപ്പോഴും മാധ്യമങ്ങളെ കാണുകയാണ്. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. എത്ര സ്വർണം നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തണം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് SITക്ക് അനുമതി. മിനിറ്റ്സിൽ മൊത്തം ക്രമക്കേടെന്ന് കോടതി. It is pretty clear to us that now this is a system. This is something that has now been industrialized and it can be used in any state. വോട്ട് ചോരിയിൽ ഹരിയാന ബോംബ് പൊട്ടിച്ച് രാഹുൽ ഗാന്ധി. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നടന്നത് വൻ ഗൂഢാലോചന. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ച് 10 ബൂത്തുകളിലായി 22 വോട്ടുകൾ. 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷത്തിന്റെ കള്ളവോട്ടെന്നും രാഹുൽ. ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാർ നിശബ്ദ പ്രചാരണത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ബൂത്തിലെത്തുക 121 മണ്ഡലങ്ങൾ. ജനവിധി തേടി തേജസ്വി യാദവും സമ്രാട് ചൌധരിയും അടക്കമുള്ള പ്രമുഖർ. പുതുചരിത്രമെഴുതി ന്യൂയോർക്ക് ജനത. നയിക്കാൻ സോഷ്യലിസ്റ്റ് സൊഹറാൻ മംദാനി. മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ച മംദാനിയുടെ വിജയപ്രസംഗം. Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. തിരുവനന്തപുരം BJPയിൽ പോര് ശക്തം. 7 വാർഡുകളിൽ തർക്കം. കോൺഗ്രസ് നേതാക്കളെ നിരീക്ഷിക്കാൻ സംസ്ഥാനത്ത് ഹൈക്കമാൻഡിന്റെ ഒബ്സർവേഷൻ ടീം. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം കൊലപാതകം. അമ്മ മുബഷിറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലത്ത് സ്വകാര്യ ബസിന്റെ മത്സരയോട്ടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ട്രെയിനിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ക്രമരഹിതമാണെന്നും രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തിയെന്നും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. മൊത്തം ഇടപാടുകളിൽ അഴിമതി ഉണ്ടോ എന്ന SIT പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി അന്വേഷണം ശരിയായ ദിശയിലെന്നും വ്യക്തമാക്കി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനും ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഇന്ന് അന്വേഷണം കൃത്യമായി ദേവസ്വം ബോർഡിലേക്ക് എത്തുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെയാണ് അവിടെ നടന്ന തട്ടിപ്പുകൾ എന്ന് ഏതാണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, അടിയന്തരമായി ഏതു സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിശ്വസിച്ചത്? അത് അടിയന്തരമായി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത് ഏത് സാഹചര്യത്തിലാണ്? ഉദ്യോഗസ്ഥർ ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് പ്രധാനമായും SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് അന്വേഷണ റിപ്പോർട്ട്, ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പരിശോധിച്ച ശേഷം 2025 ജൂലൈ 28 ശേഷം ഇതുവരെ മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണപ്പാളി പുറത്തോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ മിനിറ്റ്സിലില്ല. അത് ഏത് സമയത്ത് കൊണ്ടുപോയി, ഏത് ദിവസം കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളില്ല. ഏത് സാഹചര്യത്തിലാണ് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ ക്രമരഹിതമായ മിനിറ്റ്സാണ് ദേവസ്വം ബോർഡിൻ്റേത് എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ മാനുവൽ അനുസരിച്ചല്ല, മാനുവലിൽ നിന്നും വ്യതിചരിച്ചാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി അതിരൂക്ഷമായ
ഭാഷയിൽ വിമർശിച്ചു തന്നെയാണ്, ദേവസ്വം ബോർഡിനെ വിമർശിച്ചു തന്നെയാണ് കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടിയന്തരമായി കേസിൽ അഴിമതി അന്വേഷിക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇടക്കാല ഉത്തരവ്, ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്ന സാഹചര്യത്തിൽ ആ ഉത്തരവിൽ, അതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ കോടതി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഏൽപ്പിച്ച് ബോർഡിന് അങ്ങനെ രക്ഷപ്പെടാനാകില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോൾ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറിവും ഉണ്ടായിരുന്നു. തിരുവാഭരണ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി 2 തവണയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതനുസരിച്ച് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് മെയിൽ അയച്ചിരിക്കുന്നതെന്നും കഴിഞ്ഞ തവണ കോടതി സൂചിപ്പിച്ചിരുന്നതാണ്. അത് ഇത്തവണ ദേവസ്വം ബോർഡിനെ ഒട്ടാകെ ഈ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ ഒട്ടാകെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം 3 പേര് ഈ കേസിൽ അറസ്റ്റിലായുള്ള വിവരങ്ങൾ, അതായത് മുരാരി ബാബു, സുധീഷ് കുമാർ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയ 3 പേര് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യം. അന്വേഷണം 2019 മാർച്ച് 19 ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളിയല്ല ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തിട്ടുള്ള ഈ മഹസറിനകത്ത് എഴുതി ചേർത്തിട്ടുള്ള സാഹചര്യത്തിൽ ആ സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ അനുമതിയോട് കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതേസമയം ദേവസ്വം കമ്മീഷണർ, ആ സമയത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു, ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് ബാക്കിയുള്ള സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ബാക്കിയുണ്ടായിരുന്ന സ്വർണം ഏതെങ്കിലും നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ച് മെയിൽ അയച്ചിരുന്നതായി സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ N. വാസുവിന്റെ അറിവോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തലിലാണ് SIT നിലവിലുള്ളത്. ഈ N. വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും അന്വേഷണം നിർദ്ദേശിക്കുന്നത് കോടതിയാണ്. SIT അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അന്വേഷണം ശരിയായ രീതിയിലാണ് എന്ന് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. അതുമാത്രമല്ല, കോടതി നേരിട്ടാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും. അന്വേഷണ സംഘത്തിൽ ഇന്ന് ADGP S. വെങ്കടേഷും അതുപോലെ SP S. ശശിധരനുമാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനമാണ് ഈ കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കോടതി സൂചിപ്പിക്കുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ക്ഷേത്ര സ്വത്തിന്റെ ചുമതല. അഴിമതിയുണ്ടോ എന്ന് SIT അന്വേഷിക്കണം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം ബോർഡിനും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നിയമം ബാധകമാണോ, അത് നിലനിൽക്കുമോ എന്നുള്ള കാര്യം SIT അന്വേഷിക്കണം. അതുപോലെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സ്വമേധയാ കോടതി ഈ കേസസ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും 6 ആഴ്ചക്കാലമാണ് അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്നത്. 2ാമത്തെ തവണയാണ് ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, അന്വേഷണത്തിൽ ഇന്നിപ്പോൾ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് വീണ്ടും എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഗൗരവമേറിയ നിരീക്ഷണങ്ങൾ ദേവസ്വം ബോർഡിനെ കുറിച്ചുണ്ടാവുന്നു. ദേവസ്വം ബോർഡിൻ്റെ മുൻ ബോർഡുകൾ, ഇപ്പോഴത്തെ ബോർഡടക്കം മുൻ ബോർഡുകളിലേക്ക് വേണ്ടി കൂടി അന്വേഷണം പോകുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം കാര്യമായി തന്നെ എത്തുകയാണോ? ഏതാനും ജീവനക്കാരിലും വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണമാണ് സുപ്രധാനമായ ഈ 2ാം ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ 2019 ഭാരവാഹികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. 2019 മാർച്ച് മാസത്തിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ അറിവോടെയാണ് 40 കിലോഗ്രാമിലധികം വരുന്ന ചെമ്പ്, ആ ചെമ്പിൽ സ്വർണം ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ സ്വർണം പൂശിയ ചെമ്പ് അവിടെ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയത് എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായി SIT വ്യക്തമാക്കിയത്. അതിലെടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, അതിൽ നിന്ന് ഏതാണ്ട് 409 ഗ്രാമോളം സ്വർണം ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ദേവസ്വം കമ്മീഷണറുടെ അറിവോടെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ഈ N. വാസുവിനെ അടുത്ത ഘട്ടത്തിൽ ഇന്ന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കാം. അതല്ല എങ്കിൽ വിളിച്ചു വരുത്തുന്നതിന് പകരം നേരിട്ടൊരു കടുത്ത നീക്കത്തിലേക്ക് SIT കടന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിലവിൽ ജീവനക്കാരുടെ ഭാഗത്ത് ഒതുങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ ജീവനക്കാർ ഒത്താശ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ
പ്രാഥമികമായി പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് അതിൽ കൃത്യമായ ആസൂത്രണം നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ 2019 ഭാരവാഹികളിലേക്കാണ് എന്നൊരു കണ്ടെത്തൽ വരും. അങ്ങനെയെങ്കിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും പത്മകുമാറിനെയും വൈകാതെ ചോദ്യം ചെയ്യലായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. നിലവിൽ 2 ഇടക്കാല റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിയിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചത്. അതോടൊപ്പമുള്ള തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ കൈമാറിയതായാണ് വിവരം. അതിലാണ് കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്വേഷണം 6 ആഴ്ചക്കകം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് നൽകി കൂടുതൽ സമയം അനുവദിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അംഗങ്ങൾ അല്പസമയം മുമ്പ് സന്നിധാനത്ത് പരിശോധനയുടെ ഭാഗമായി എത്തുന്നുവെന്ന വിവരം കൂടി എത്തുന്നത്. അതായത് ഈ വാതിൽപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദമായ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലെടുത്തു പറയേണ്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ വരുന്ന 10-ാം തീയതി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനിടയിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. മണ്ഡലകാലം തുടങ്ങാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണം ഒരുപക്ഷെ കടന്നേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ആജ്ഞ രവീന്ദ്രൻ. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ ഗൌരവമേറിയതാണ്. ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഈ സംഭവം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമൊക്കെ ആയിട്ടുള്ള എൻ വാസു 3-ാം പ്രതിയായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്നലെ സമർപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ ഗൗരവമേറിയ അന്വേഷണം അത് ദേവസ്വം ബോർഡിലേക്ക് തന്നെ എത്തുകയാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന തുടരുകയാണ്. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ശശിനാരായണൻ വിവരങ്ങളുമായി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിശോധനയാണ് ശശി. സ്വാഭാവികമായി വാതിൽപ്പാളി അടക്കമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കാണോ അന്വേഷണം പോകുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ സുധീഷ് കുമാറിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് SIT പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി പരിശോധനകൾ നടത്തുന്നത്. CIയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് രാവിലെ സന്നിധാനത്തെത്തിയത്. ഒപ്പം ജീവനക്കാരെയും ദേവസ്വം ബോർഡ് ജീവനക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വിശദമായ ഒരു തെളിവെടുപ്പ് ഒരു പരിശോധനയും സന്നിധാനത്ത് നടക്കുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 വാതിൽപ്പാളി സ്വർണം പൂശി സമർപ്പിച്ചത്. അതിന് പിന്നാലെ 2019 മെയ്യിലാണ് ഈ കട്ടളപ്പാളി സ്വർണ്ണപൂശുമായി കൈമാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായിരുന്ന കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ വാസുവാണ്. അത്തരമുള്ള ആ ആളുകളൊക്കെ ഉള്ള സമയമാണ് ഈ പ്രതികൾ 3-ാം പ്രതി കേസിലെ 3-ാം പ്രതി കൂടിയാണ് വാസു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു നിർണായകമായ വിവരം സുധീഷിൽ നിന്നും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത്തരം രേഖകൾ പരിശോധിക്കുക എന്നൊരു കാര്യം കൂടി ആണ് പ്രധാനമായും ചെയ്യുന്നത്. ഏതായാലും ആദ്യം ഈ കട്ടളപ്പാളി മാറ്റുന്ന സമയത്ത് പഴയ കട്ടളപ്പാളി സ്വർണ്ണ സൂക്ഷിച്ചിട്ടുണ്ട്. അതും സ്വർണം പൂശിയാണ്. അതിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ രജിസ്റ്ററുകളിലും ഈ മകസ്തുകളിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സുധീഷ് കുമാർ നൽകിയിട്ടുള്ള മൊഴികൾ അത് ഈ ചെമ്പുപാളി സ്വർണ്ണപ്പാളിയുടെ ചെമ്പാക്കി മാറ്റിയ തരത്തിലുള്ള രേഖകൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഒത്തുനോക്കുക അല്ലെങ്കിൽ പരിശോധിച്ച് അതിന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8-ാം പ്രതിയാണ് ദേവസ്വം ബോർഡ്. ബോർഡ് 8-ാം പ്രതിസ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ കട്ടളപ്പാളിയിലെ സ്വർണം പൂശുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സന്നിധാനത്തെത്തി തെളിവുകൾ ശേഖരിക്കുന്നത്. നേരത്തെ ദ്വാരപാലകരുടെ സ്വർണം പൂശുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം അന്വേഷണ സംഘം സന്നിധാനത്തെത്തി തെളിവുകൾ ശേഖരിച്ച് മടങ്ങിയിരുന്നു. നിലവിൽ ഈ സുധീഷ് കുമാറിന്റെ മൊഴിയിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സന്നിധാനത്ത് ഈ അന്വേഷണ സംഘം എത്തിയിട്ടുള്ള പരിശോധനകൾ സന്നിധാനത്ത് തുടരുകയാണ്. ശ്രീജ. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ഇനി. അത് ഏറെ നാളായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്ന ഹൈഡ്രജൻ ബോംബ് എന്തെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഹരിയാന ബോംബാണ്. ഹരിയാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വോട്ട് കൊള്ള നടന്നു എന്ന ഗുരുതര ആരോപണവുമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിനെത്തിയത്. ഓപ്പറേഷൻ സർക്കാർ വോട്ട് ചോരി എന്നാണ് രാഹുൽ ഇതിനെ വിശേഷിപ്പിച്ചത്. ഹരിയാനയിലെ 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷം കള്ളവോട്ടുകൾ.
ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെയും ഒരേ വീടിന്റെ മേൽവിലാസത്തിൽ 68 മുതൽ 500 വരെ വോട്ടുകൾ ചേർത്തതിന്റെയും തെളിവുകൾ രാഹുൽ പുറത്തുവിട്ടു. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുമെന്ന കേരള BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ അവകാശവാദ വീഡിയോയും തെളിവുകളുടെ കൂട്ടത്തിൽ രാഹുൽ പുറത്തുവിട്ടു. There are thousands of these, where the entire large numbers of people are just picked up and they have the opportunity, because they belong to, are associated with the BJP, where they have the opportunity to be a voter in UP, to be a voter in Haryana, to be a voter in Madhepura, to be a voter in Varanasi. This option is available to the BJP. This is the vyavastha that man was talking about. Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. Do you have any doubts? Who is this lady? How old is she? Which state does she come from? What's her name? She votes 22 times in Haryana. And she votes in 10 different booths in Haryana. And she's got multiple names. Seema, Sweetie, Saraswati, Rashmi, Vimla. This happens in 10 booths. That means that this is a centralized operation. That somebody fed this lady into the electoral list at a centralized level, not at the booth level. Just like Anand and just like Mahadevapura. So last guesses, I'm going to give a prize if anybody can guess this. Anybody? She's from Brazil. She's a Brazilian model. So you can understand that there was no election in Haryana. And it's very clear who is responsible for the theft. These gentlemen colluded with the BJP to ensure that the Congress could not win the election in Haryana. The Election Commission is in partnership with the Prime Minister and the Home Minister, and they have destroyed the democratic foundations of this country. There is absolutely nothing in this presentation that has not been backed by 100% proof. Every single piece of data that we've used here comes from the Election Commission, is from their records, is from their voter list. We have just checked it and cross-checked it and shown you what the reality of Indian democracy is. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു. കിരൺ, ഏറെ നാളായി എന്താകും ഈ ഹൈഡ്രജൻ ബോംബ് എന്ന ഒരാകാംക്ഷയുണ്ടായിരുന്നു. അത് ഹരിയാന ബോംബാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 8-1 വോട്ടുകൾ കള്ളവോട്ടെന്ന് കണക്കുകളും വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ രേഖകൾ ഉദ്ധരിച്ചാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിന് എല്ലായ്പ്പോഴും പറയുന്ന ഇതുവരെ ആരോപണം ഉന്നയിച്ചില്ല എന്ന മറുപടി മതിയാവുമോ? ഒപ്പം നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ബീഹാറിനെ പറ്റിയും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. ശ്രീജ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച തെളിവുകളും ആരോപണങ്ങളും ശരിയാണെങ്കിൽ തികച്ചും ഞെട്ടിക്കുന്നത് തന്നെയാണ്. 2 കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ 25 ലക്ഷം കള്ള വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഹരിയാനയിലെ വോട്ടർ റിസൾട്ട് അത് ശരിയായ റിസൾട്ടല്ല, അത് അട്ടിമറി റിസൾട്ടാണ് എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വോട്ട് ചോരിയാണ്, ഓപ്പറേഷൻ സർക്കാർ വോട്ട് ചോരി എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അതിന് വിവിധ തെളിവുകളും അദ്ദേഹം നിരത്തി. അദ്ദേഹം ആദ്യം നിരത്തിയ തെളിവ് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ പടത്തിൻ്റെ പേരിൽ വ്യത്യസ്ത പേരുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആ പേരുകളുടെ എല്ലാം
ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ബൂത്തുകളിലായി 10 ബൂത്തുകളിലായി 22 വോട്ട് ഒരേ ആളിന് തന്നെ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ പടം ഉപയോഗിച്ചുകൊണ്ട് 22 കള്ള വോട്ടുകൾ 10 ബൂത്തുകളിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ സാധാരണഗതിയിലൊക്കെ പോസ്റ്റൽ വോട്ടിലെ ബാലറ്റിൻ്റെ വോട്ടെണ്ണുമ്പോഴും അത് അവസാനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണുമ്പോഴും ഏറെക്കുറെ സമാനമായ റിസൾട്ടാണ് വരുന്നത്. ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഇത് 73 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് 17 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണിയപ്പോൾ ഇത് കീഴ്മേൽ മറിഞ്ഞു. ഇത് ഇത്തരത്തിലേക്കുള്ള വോട്ടുകൊള്ള നടന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് പ്രധാനമായും പറയുന്നത്. 1.18 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടായിരുന്നത്. 25 ലക്ഷത്തോളം ഈ തരത്തിലേക്ക് കള്ള വോട്ടുകൾ ചേർത്തെങ്കിലും 1.18 വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. 25,41,144 കള്ള വോട്ടുകൾ ഉള്ളതിൽ 5,21,619 വോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണെന്നും കള്ള വിലാസത്തിൽ 93,174 വോട്ടുകളുണ്ടെന്നും ബൾക്ക് വോട്ടുകൾ 19,26,351 ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച കണക്ക്. ഫോം 6 ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് വ്യാപകമായ തട്ടിപ്പ് നടന്നത്. 8-1 വോട്ടുകൾ ആകെ ഉണ്ടായ 2,25,00,000 വോട്ടുകൾ കള്ള വോട്ടുകളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ നാട്ടിലെ റിസൾട്ട് ശരിയാവുന്നത്, അല്ലെങ്കിൽ ശരിയായ ജനങ്ങളുടെ വോട്ടിൻ്റെ പ്രതിഫലനമാവുന്നത് എന്ന ഗൗരവമായ ചോദ്യം കൂടി ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അസംബ്ലിയിൽ തന്നെ ചില ആളുകൾക്ക് 100 വോട്ടുകൾ വരെയുള്ളതും ചിലരുടെ വീടുകളുടെ പേരുകൾക്ക് നേരെ 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ നേരത്തെ വിശേഷിപ്പിച്ചത് വീടില്ലാത്ത മനുഷ്യരുണ്ട്, അവർ മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ റോഡരികിലായിരിക്കും താമസിക്കുന്നത്. അത്തരം ആളുകളെയൊക്കെ 0 എന്ന പേരിൽ, വീടിൻ്റെ നമ്പറിൻ്റെ പേരിൽ 0 എന്ന് ചേർത്താണ് വോട്ട് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. അവരെ പരിഹസിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിന് മറുപടിയായി അവിടെ 0 എന്ന വീട്ടു നമ്പറിൽ വോട്ടുള്ള ചില ആളുകളുടെ വീടിൻ്റെ ചിത്രങ്ങളടക്കം, ബഹുനില കെട്ടിടങ്ങളുടെ ചിത്രങ്ങളടക്കമാണ് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത്. അത് ഒരു BJPയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ് ഒരാൾ. അയാളുടെ വീട്ടിൽ 500-ലേറെ വോട്ടുകൾ ഉള്ളതിൻ്റെ ലിസ്റ്റും, ഒരേ വീട്ടിൻ്റെ വിലാസിൽ തന്നെ 500ഓളം പേരുകൾ, 68 വോട്ട് മറ്റൊരു വിലാസിലുണ്ടാകും. ഇത്തരം തെളിവുകൾ അടക്കമാണ് അദ്ദേഹം കാണിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് BJPയുടെ ഹരിയാന മുഖ്യമന്ത്രി സായനിയുടെ ഒരു നേരത്തെ ഇലക്ഷൻ തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഞങ്ങൾ ഒരു സർക്കാർ രൂപീകരിക്കും, അതിനുള്ള വ്യവസ്ഥ ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വ്യവസ്ഥ എന്താണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ്റെ ഒരു ബൈറ്റും അദ്ദേഹം പ്രദർശിപ്പിച്ചു. B. ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾ എവിടെ നിന്നും വോട്ടർമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചേർക്കും, ജമ്മു കാശ്മീരിൽ നിന്നായാലും അങ്ങനെ വോട്ടർമാരെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യും എന്ന് പറയുന്നു. ഇതിന് മറ്റൊരു വിഷയം കൂടി അദ്ദേഹം ഉന്നയിക്കുന്ന അതീവ ഗൗരവമുള്ള വിഷയം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ്. ജെൻസി തലമുറ, ഏറ്റവും പുതിയ തലമുറ ഇക്കാര്യത്തിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണണം. നിങ്ങളുടെ ഭാവിക്ക് മേലാണ് അവർ ഇത്തരം അട്ടിമറി നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം. ബീഹാറിലും സമാനമായ രീതിയിലേക്കുള്ള വോട്ട് ജോലികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുമൊക്കെ ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. അത് പിന്നാലെ പുറത്തുവിടും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഹരിയാനയിലെ വോട്ടെടുപ്പിൽ 2,08,1 ആളുകൾ, 25 ലക്ഷത്തോളം കള്ളവോട്ടുകളുണ്ടെന്നും അത് ഏതെല്ലാം തരത്തിലാണ് കള്ളവോട്ടുകളേക്ക് മാറിയതും എന്നതടക്കമാണ് തെളിവുകളടക്കം രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന അതീവ ഗുരുതരമായ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന വലിയ വിഷയം തന്നെയാണ്. ഇനി BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഭാഗത്തു നിന്നാണ് മറുപടി വരേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണോ അതോ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണോ? ഇതിനെല്ലാം മറുപടി നൽകേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഹുൽ ഗാന്ധി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നത് ഒരേ പേരുകളിൽ ഒരേ ആളുകൾ, അല്ലെങ്കിൽ ഒരേ ചിത്രം ഉപയോഗിച്ചുകൊണ്ട്, ഒരേ വിലാസം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ബൂത്തിൽ പലതവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് CCTV പരിശോധിച്ചാൽ കൃത്യമായി അറിയാം. അതിനുവേണ്ടിയാണ്, അത് പരിശോധിക്കാതിരിക്കാൻ വേണ്ടിയാണ് CCTV നശിപ്പിച്ചു എന്നുള്ള ഉത്തരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് എന്നുകൂടി പറയുന്നു. അങ്ങനെ CCTV ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ട് ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കൂ എന്ന വെല്ലുവിളി കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ശരി, R. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഹരിയാനയിൽ വിജയം എല്ലാ തരത്തിലും പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് പരാജയപ്പെട്ടത് സർക്കാർ വോട്ട് ചോരിയിലൂടെയാണ് എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിനുള്ള കണക്കുകളും തെളിവുകളുമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഒപ്പം ബീഹാറിലും വലിയ രീതിയിൽ വോട്ട് തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് രാഹുൽ ആരോപിക്കുന്നുണ്ട്. ഇതുവരെ ഒറ്റ അപ്പീൽ പോലും ഇല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയെങ്കിൽ ബീഹാറിലെ ആരോപണങ്ങൾക്ക് എങ്ങനെയായിരിക്കും മറുപടി ഉണ്ടാവുക എന്നുകൂടി അറിയേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെയാണ് ബീഹാറിൽ വിധിയെഴുത്ത് എന്നതാണ്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ
പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും ഒരുപോലെ നിർണായകമാണ് ഈ ഘട്ടം. തൊഴിലില്ലായ്മ മുതൽ ജംഗൽ രാജ് വരെയുള്ള വിഷയങ്ങൾ പ്രചാരണത്തിൽ ചർച്ചയായി. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, പ്രമുഖർ തേജസ്വി യാദവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വ്യക്തികൾ മത്സരിക്കുന്ന ഘട്ടമാണ്. ഒപ്പം ഈ ആരോപണങ്ങൾക്കൊക്കെ ശേഷം ഇന്ന് ഏറ്റവും അവസാനം ബീഹാറിൽ വലിയ വോട്ട് തട്ടിപ്പ് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിനുശേഷമാണ് നാളെ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് ആളുകൾ പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒന്നാം ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും ഏറ്റവും നിർണായകമാവുക? രാഹുൽ ഗാന്ധി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ബീഹാർ അടക്കം പരാമർശിച്ചിരുന്നു. നേരത്തെ രാഹുൽ വോട്ട് കൊള്ളയ്ക്കെതിരെ യാത്ര നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലൂടെയാണ് 15 ദിവസം ഏതാണ്ട് 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത്. ആ യാത്ര വോട്ടിങ്ങിനെ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിച്ചൊക്കെ എന്ന് അറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നാളെ ഒന്നാം ഘട്ടത്തിൽ 243 അംഗ നിയമസഭ, അതിൽ ഒന്നാം ഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് പട്ന അടക്കമുള്ള 18 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടായ മേഖലയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് 121 61 സീറ്റും ഇന്ത്യ സഖ്യം വിജയിച്ചിരുന്നു. NDAയിൽ നോക്കുകയാണെങ്കിൽ JDU കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന മേഖല കൂടിയാണിത്. പക്ഷേ JDUവിന് വലിയ തിരിച്ചടി കഴിഞ്ഞ തവണ ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം LJP ആയിരുന്നു. LJP NDAയിൽ നിന്ന് പുറത്തു പോവുകയും JDUവിനെതിരെ മാത്രം സ്ഥാനാർത്ഥികൾ നിർത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെയാണ് 43 എന്ന നമ്പറിലേക്ക് JDU ചരിത്രത്തിലാദ്യമായി BJPയേക്കാൾ കുറവ് സീറ്റിലേക്ക് JDU പോകുന്നത്. ഏതായാലും നാളെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 58 സീറ്റുകളിൽ JDU മത്സരിക്കുന്നുണ്ട്. 48 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ RJD തന്നെയാണ്. ഏതാണ്ട് 74 സീറ്റുകളിൽ RJD മത്സരിക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷ രണ്ട് കക്ഷികളും പങ്കുവെക്കുന്നുണ്ട് ഈ ഘട്ടത്തിലും. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ, കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കും എന്നൊരു പ്രതീക്ഷ ഇന്ത്യ സഖ്യം പുലർത്തുന്നുണ്ട്. പക്ഷേ BJP ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് സർക്കാർ ഉണ്ടാക്കും, നിതീഷ് കുമാറിന് കീഴിൽ തന്നെ സർക്കാർ വരും, ഇത്രയും കാലം നടപ്പാക്കിയ വികസനത്തിന് വോട്ട് ചെയ്യുമെന്ന പ്രതികരണം തന്നെയാണ് BJP ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ പ്രതികരണം നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ ചില മണ്ഡലങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ 5 മണി വരെയായി വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 7 മുതൽ 6 വരെയാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീജ, രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ചരിത്രമെഴുതി മംദാനി. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംദാനിക്ക് ചരിത്ര ജയം. മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കൊമോയെ വൻ മാർജിനിലാണ് മംദാനി പരാജയപ്പെടുത്തിയത്. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ മുസ്ലിം മതസ്ഥനാണ് മംദാനി. US-ൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് നഗരങ്ങളിലും ട്രംപിന് തിരിച്ചടിയായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തന്റെ പേര് ബാലറ്റിൽ ഇല്ലാത്തതിനാലാണ് പരാജയപ്പെട്ടതെന്ന വിചിത്രവാദവുമായി ട്രംപും രംഗത്ത്. പ്രതീക്ഷകൾ തെറ്റിയില്ല. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറായി സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ആദ്യ സൗത്ത് ഏഷ്യൻ വംശജൻ, ആദ്യ റാപ്പ് ഗായകൻ, ആദ്യ സോഷ്യലിസ്റ്റ് എന്നീ പ്രത്യേകതകളും മംദാനിക്കുണ്ട്. ആഫ്രിക്കയിൽ ജനിക്കുന്ന ആദ്യ ന്യൂയോർക്ക് മേയർ കൂടിയാണ് അദ്ദേഹം. ആദ്യമായാണ് ഇത്ര പ്രായം കുറഞ്ഞ ഒരാൾ ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 50%-ലധികം വോട്ട്, അതായത് ആദ്യഘട്ട വിലയിരുത്തൽ അനുസരിച്ച് 10,35,646 പേർ മംദാനിക്ക് അനുകൂലമായി വിധി എഴുതി. എതിർ സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് മേയർ ആൻഡ്രൂ കുമോയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. ആകെ 41% വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കറുത്ത വംശജരും മുസ്ലിം മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ മംദാനിക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടും ജൂതവംശജരും അദ്ദേഹത്തെ തുണച്ചു. തനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ സൊഹ്റാൻ മംദാനി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിലെ വരികൾ ഉദ്ധരിച്ച് പറഞ്ഞു. Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമാണ്. ഇനി ഇവിടെ നയിക്കാൻ പോകുന്നതും
ഒരു കുടിയേറ്റക്കാരനാണെന്ന് അദ്ദേഹം തന്റെ വിജയപ്രസംഗത്തിൽ സൂചിപ്പിച്ചു. New York will remain a city of immigrants, a city built by immigrants, powered by immigrants. And as of tonight, led by an immigrant. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം രാജ്യത്ത് നടന്ന പ്രധാന തെരഞ്ഞെടുപ്പുകളിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. വെർജീനിയയിലും ഡിട്രോയിറ്റിയിലും ആദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികളും ഈ മേയർ തെരഞ്ഞെടുപ്പിൽ യുഎസിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അബിഗേൽ സ്പാൻബർഗർ, മേരി ഷെഫീൽഡ് എന്നീ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥികളാണ് ചരിത്രം തിരുത്തിയത്. ന്യൂജേഴ്സി മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിനും വിജയിച്ചു. വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഇന്ത്യൻ വംശജയായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഗസാല ഷാഹ്മിയും വിജയം തൊട്ടു. ആദ്യമായാണ് ഒരു മുസ്ലിം മതസ്ഥയായ സ്ത്രീ യുഎസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. തന്റെ പേര് ബാലറ്റിൽ ഇല്ലാതിരുന്നതും അമേരിക്കൻ ഷട്ട്ഡൌണുമാണ് തോൽവിക്ക് കാരണമായതെന്നായിരുന്നു ട്രംപിന്റെ വിചിത്ര ന്യായീകരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിയമത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിലും ബിജെപിയിൽ പോര്. 7 വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് തലസ്ഥാനത്ത് തർക്കം. പലയിടങ്ങളിലും ഒന്നിലധികം പേർ സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്തുണ്ട്. വട്ടിയൂർക്കാവിനു പുറമെ പെരുന്താന്നി, വഞ്ചിയൂർ, ഫോർട്ട്, മണക്കാട്, ശ്രീവരാഹം വാർഡുകളിലും തർക്കം രൂക്ഷമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് നേമത്ത് ഏരിയ പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. നിയമത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിലും ബിജെപിയിൽ സ്ഥാനാർത്ഥി മോഹികളുടെ തിരക്കാണ്. തിക്കിത്തിരക്കും ബഹളവുമാണ്. അത് പാർട്ടിയിൽ കലാപമായി മാറുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട നെട്ടയം, പാതിരപ്പള്ളി, കുടപ്പരക്കുന്ന്, വാഴോട്ടുകോണം, തുരുത്തുമൂല, കൊടുങ്ങാനൂർ, വട്ടിയൂർക്കാവ് വാർഡുകളിലാണ് വലിയ തർക്കമുള്ളത്. പലയിടങ്ങളിലും ഒന്നിലധികം പേർ സ്ഥാനാർത്ഥികളായുണ്ട്. പ്രാദേശിക നേതാക്കളുടെയും പ്രാദേശിക വികാരവും അവഗണിച്ച് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചാൽ വിമത ഭീഷണി ഉയർത്തി റിബലായി മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിന് പലരും നൽകുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ ആണ് ബിജെപിയുടെ മുൻ ജില്ലാധ്യക്ഷൻ കൂടിയായ മേയർ സ്ഥാനാർത്ഥിയായ വി രാജേഷ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അവിടെയും വലിയ തർക്കങ്ങളുണ്ട്. അവിടെ ഒന്നിലധികം പേരുകളുണ്ട്. കൊടുങ്ങാനൂർ വാർഡിൽ മുൻ കൌൺസിലർ പത്മ മത്സരിക്കാൻ ഒരുങ്ങുന്നു. 10 മത്സരിച്ചാൽ അവിടെ റിബലായി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുമെന്നും ബൂത്ത് പ്രസിഡന്റുമാർ അടക്കം രാജിവെക്കുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. ഇതിനു പുറമെ തിരുവനന്തപുരം മണ്ഡലത്തിലെ മണക്കാട്, ശ്രീവരാഹം, അതുപോലെ തന്നെ നേമം മണ്ഡലത്തിലെ ആറ്റുകാൽ വാർഡുകളിലും വലിയ തർക്കമാണ്. ശ്രീകണ്ഠേശ്വരം അടക്കമുള്ള വാർഡുകളിലും ഒന്നിലധികം പേരുകൾ. പെരുന്താനിയിലും സമാന പ്രശ്നമുണ്ട്. വഞ്ചൂർ, ഫോർട്ട് വാർഡുകളിലും സ്ഥാനാർത്ഥിയാകാൻ ഉള്ള തള്ളിക്കയറ്റമുണ്ട്. ഇത് വലിയ തർക്കത്തിനും സംഘടനാ പ്രശ്നങ്ങൾക്കും വഴിവെക്കുകയാണ്. ഇന്നലെ ബിജെപിയുടെ നേമം ഏരിയ പ്രസിഡന്റ് ജയകുമാർ രാജിവെച്ചിരുന്നു. അവിടെ MR ഗോപനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. MR ഗോപൻ സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി. അതിൽ പ്രതിഷേധിച്ചാണ് രാജി ഉണ്ടായത്. അവിടെ ദീപിക എന്ന നിലവിലെ കൌൺസിലർ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പക്ഷേ ആ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ MR ഗോപൻ തന്നെ മത്സരിക്കും. ഒരു വിധത്തിൽ സംഘടനാ പ്രശ്നമില്ലെന്ന വാദമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ തർക്കങ്ങൾ തന്നെയാണ് ബിജെപിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാനുള്ളൊരു കാരണം. ഇന്ന് ബിജെപിയുടെ പദയാത്ര നേമം മണ്ഡലത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷനും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും മറ്റു മണ്ഡലങ്ങളിൽ നിന്നും പദയാത്ര ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം സംഘടനാ പ്രശ്നങ്ങൾ ബിജെപിക്ക് തലവേദന ഉണ്ടാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും പങ്കാളിത്തവും നിരീക്ഷിക്കാൻ AICC നിയോഗിച്ച ഒബ്സർവേഷൻ ടീം സംസ്ഥാനത്ത് സജീവമാകുന്നു. ഹൈക്കമാൻഡ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് ഈ നിരീക്ഷക സംഘം AICC പ്രതിനിധിക്ക് കൈമാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അടക്കം ഈ റിപ്പോർട്ട് സ്വാധീനിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കാലുവാരലും വിഭാഗീയ പ്രവർത്തനങ്ങളും നടത്തുന്ന നേതാക്കളെ നിരീക്ഷിക്കുകയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച ഒബ്സർവേഷൻ ടീമിന്റെ പ്രധാന ദൗത്യം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരസഭകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നേതാക്കളുടെ ഇടപെടലുകളും സൂക്ഷ്മമായി നിരീക്ഷക സംഘം വിലയിരുത്തും. എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷക സംഘം AICC പ്രതിനിധിക്ക് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. ചുമതലകളിൽ ബോധപൂർവം വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചേർക്കലിലും വോട്ടുറപ്പിക്കലിലും നേതാക്കളുടെ സജീവ ഇടപെടൽ വേണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. 2026 അഭിമാന പോരാട്ടത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ മാനദണ്ഡമായി മാറുമെന്നാണ് AICC നേതൃത്വം നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന തിരുവനന്തപുരമാണ് കോൺഗ്രസിന്റെ ഉറപ്പെന്ന് മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. കവടിയ വാർഡിൽ ശബരിനാഥൻ പ്രചാരണം ശക്തമാക്കുകയാണ്.
കവടിയാർ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ശബരിനാഥന്റെ പ്രചരണം തുടരുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രചരണം മുന്നോട്ട് പോവുകയാണല്ലേ? അല്ല, വളരെ നന്നായിട്ട്. നമ്മളിന്ന് രാവിലെ 7:30 മണിക്കാണ് പ്രചരണം ആരംഭിച്ചത്. അവിടെ വാർഡ് പ്രസിഡന്റ് ശിവൻചേട്ടൻ അടക്കം, മണ്ഡലം പ്രസിഡന്റ് അരുണ്, പഴയ കൌൺസിലേഴ്സ് സവിച്ചേച്ചി, പുള്ളിച്ചേട്ടൻ അടക്കം, സാറടക്കം, അല്ല എല്ലാവരും, ഈ സമയം അടക്കം എല്ലാവരും ഇവിടുത്തെ ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസിന് സിറ്റിയിൽ സംഘടനാ സംവിധാനമുള്ള നല്ല കോൺഗ്രസ്സുകാരുള്ള സ്ഥലമാണ് ഈ കവടിയാർ വാർഡ്, ഈ പ്രദേശവും. അപ്പൊ അവർ നേരത്തെ നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. അവർ നടത്തിയ ഗ്രൗണ്ട് വർക്കിൽ ഞാൻ ഇന്നുകൂടെ ഇറങ്ങുന്നു. അപ്പൊ നന്നായിട്ട് നമ്മുടെ ഈ വാമപ്പ് നടക്കുന്നുണ്ട് ഇവിടെ. കഴിഞ്ഞ തവണ ഒരു വോട്ടിന് ജയിച്ച വാർഡാണെന്ന് കൂടിയുണ്ട്. അതെ, സഹിച്ചാണ് ഒരു വോട്ടിന് സഹിച്ചു ഇവിടെ നിൽക്കുന്നത്. ഒരു ഒറ്റ വോട്ടിനാണ് ജയിച്ചത്. ഒരു ഒറ്റ വോട്ടിനാണ് ജയിച്ചെങ്കിലും 5 വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയില്ലേ? വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി, ഭംഗിയായി പൂർത്തിയാക്കി. അതിനു മുമ്പ് ജയിച്ച ശ്രീ ഇത് കെ മുരളീധരൻ, അതിനു മുമ്പ് ശ്രീ കെ മുരളീധരനായിരുന്നു. അതിനു മുമ്പ് സതിചേച്ചിയായിരുന്നു. പിന്നെ വാർഡ് പ്രസിഡന്റ് ശിവൻചേട്ടൻ അടക്കം. അതാണ് നല്ല ശക്തമായിട്ടുള്ള ഒരു ടീം വർക്കാണ് ഇവിടെ ഉള്ളത്. ബിജെപിയുടെ പ്രതീക്ഷയും ഈ അത്ര അധികം ശക്തി അവർക്കുള്ള ഒരു വാർഡായിട്ട് അവരും കാണുന്നു. ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ വി രാജേഷിന്റെ പേരടക്കം ഇവിടെ കേൾക്കുന്നുമുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ബിജെപിക്ക് എന്തായാലും അവരുടെ ഒരു കാൻഡിഡേറ്റ്, അവർ നല്ല കാൻഡിഡേറ്റിനെ വെക്കാൻ എല്ലാ പാർട്ടികളും നോക്കും. എല്ലാ പാർട്ടികളുടെ അവകാശവുമാണ്. പക്ഷേ ഇത്തവണ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, തിരുവനന്തപുരത്തിന്റെ മാനിഫെസ്റ്റോ പറഞ്ഞുകൊണ്ട്, കവടിയാറിൽ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന നാളത്തെ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക. ഇവിടെയുള്ള എത്രയോ വീടുകളിൽ ആ വീടുകൾ പോകുമ്പം പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ്. മക്കളൊക്കെ വരില്ല. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ വരികയുണ്ട്. അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും മക്കളെ US നിന്നൊക്കെ വിളിക്കണം. ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയ നാട്ടിൽ ജോലിയില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ട്രിവാൻഡ്രം ഒരു ബ്രാൻഡാണ്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറ്റവും കൂടുതൽ തൊഴിലാശയങ്ങൾ വരണം, ഇത്രയും മിടുക്കരായിട്ട് ആളുകളുണ്ട്. അപ്പോൾ ഒരു കംബാക്ക് ടു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സ്ലോഗോ പോലെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവനന്തപുരം എന്ന ബ്രാൻഡിനെ വളർത്തിയെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കുക, അതിൻ്റെ ഒരു വലിയ ഭാഗം കവടിയാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാട്. കോൺഗ്രസിന് രണ്ടാം പട്ടികയും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. LDFന്റെയും BJPയുടെയും പട്ടികയൊന്നും ആയിട്ടില്ല. BJPയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ സൂചനകളൊക്കെ വരും. ഇന്നലെ നേമത്തെ ഏരിയ പ്രസിഡന്റ് അടക്കം പാർട്ടി ഏരിയ പ്രസിഡന്റ് അടക്കം രാജിവെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് എതിരാളികൾ വരുന്നതിന് ബഹുദൂരം മുന്നോട്ട് ഓടിയെത്താൻ പറ്റുമെന്നാണ്? നമ്മുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ മുന്നിലാണ്. നമ്മൾ ചിട്ടയായിട്ടുള്ള വർക്ക് നടത്തിയിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ ആവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മളതൊന്നും ബോധർ ചെയ്യുന്നില്ല. അവരോട് എന്തായാലും ഇലക്ഷൻസ് കാൻഡിഡേറ്റ് ഇല്ലാതിരിക്കത്തില്ലല്ലോ. പക്ഷെ നമ്മൾ നന്നായിട്ടുള്ള വർക്ക് നടത്തി നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് LDF 40 വർഷം ഈ കോർപ്പറേഷൻ എങ്ങനെ ഇല്ലാതാക്കി, BJP, ഞാൻ ഉദാഹരണം പറയാം, BJPയുടെ ഗവേണൻസ് പറയുമ്പോഴത്തേക്കും 2 സ്ഥലങ്ങളിലാണ് ജനങ്ങൾ അവർക്ക് അവസരം കൊടുത്തത്. ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി, 2 പന്തളം മുനിസിപ്പാലിറ്റി. പന്തളം മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഉള്ള ബഹളം കേരളം മൊത്തം കണ്ടതാണ്. ആ പാലക്കാട് ബൈലക്ഷൻ മുനിസിപ്പാലിറ്റിയുടെ ഒരു തെരുവ് വിളക്ക് പോലും ഇല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട പ്രധാന സ്ഥലങ്ങളിൽ പോലും. അപ്പോൾ BJPക്ക് 2 ഇടത്തൊരു സുവർണാവസരം അവരുടെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ജനം കൊടുത്തു. ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി, ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട മുനിസിപ്പാലിറ്റിയായിട്ട് മാറിയിരിക്കുകയാണ്. സജീവമായി തന്നെ തിരുവനന്തപുരത്ത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ ഇന്ന് വലിയ പ്രതിപക്ഷ ബഹളമുണ്ടായി. താൽക്കാലിക ജീവനക്കാരെ പാർട്ടി ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് അനുസരിച്ച് നിയമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. UDF BJP അംഗങ്ങളാണ് പ്രതിഷേധിച്ചത്. അജണ്ടയുടെ പകർപ്പ് പ്രതിപക്ഷ അംഗങ്ങൾ മേയറുടെ ചേംബറിന് നേരെ കീറിയെറിഞ്ഞായിരുന്നു പ്രതിഷേധം. പാസ് മെമ്പർമാരെ ബാനർ സീനിയർ കൗൺസിലറെ മൊയ്തീൻ കോയ സാഹിബ് ചെയറിന്റെ മുന്നിൽ നിന്നും ബാനർ താഴ്ത്തു. അപ്പൊ അജണ്ട 22 പാസ്, 23, 24, 25, 26, 27, 28. അതേസമയം ചട്ടങ്ങൾ പാലിച്ച് കായികക്ഷമതാ പരിശോധന നടത്തിയാണ് ആളുകളെ നിയമിച്ചതെന്നായിരുന്നു മേയർ ബീന ഫിലിപ്പിന്റെ പ്രതികരണം. ഏതോ പാർട്ടി ഓഫീസിൽ തരുന്ന ലിസ്റ്റാണ്. അങ്ങനെയുണ്ടോ ഫയലിനകത്ത്? അങ്ങനെയുണ്ടോ അജണ്ടയിൽ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ നേരത്തെ അഞ്ചുള്ള കൗൺസിലറായിരുന്നു. ഈ കൗൺസിലിന്റെ ഒരു പ്രത്യേകത, കണ്ടിജന്റ് നിയമനത്തിൽ കാണിച്ചൊരു പ്രത്യേകത, ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടത്തിയ കൗൺസിലാണ്. നേരത്തെ ഫിസിക്കൽ ടെസ്റ്റ് നടത്താറില്ല. കണ്ടിജന്റ് ജീവനക്കാരുടെ ആദ്യഘട്ട നിയമനം നടന്നപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിലെ റാങ്ക് ഉൾപ്പെടെ എടുത്തിട്ടാണ്. ഇതാണ് ഭരണപക്ഷത്തിന്റെ വിശദീകരണം. കൊല്ലത്ത് റോഡ് തടഞ്ഞ് UDFന്റെ സമ്മേളനം.
കോർപ്പറേഷന് മുന്നിലാണ് UDF കുറ്റപത്ര സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുക്കുന്നതായിരുന്നു സമ്മേളനം. കോർപ്പറേഷന് മുന്നിലെ ഒരു റോഡിന് കുറുകെയാണ് വേദി. ബസ് ഉൾപ്പെടെ മറ്റൊരു റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. വിവരങ്ങളുമായി നേരത്തെ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ സർക്കാരിനുൾപ്പെടെ വിമർശനം ഏൽക്കേണ്ടി വന്ന ഒരു കാര്യമാണ് ഈ പൊതുനിരത്ത് തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം സമ്മേളനങ്ങൾ. ഇപ്പോൾ ഇതാ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് കോർപ്പറേഷന് മുന്നിലെ റോഡിന് കുറുകെ ഒരു വേദി കെട്ടിക്കൊണ്ട് അവിടെ പരിപാടി നടത്തുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ LDFിലെ നിർണായക ചർച്ച വൈകിട്ട് അധികമായി കൂട്ടിച്ചേർത്ത തലനാട് ഡിവിഷൻ വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 വീതം സീറ്റുകളിലാണ് CPM-ഉം കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചിരുന്നത്. തലനാട് ഡിവിഷൻ വിട്ടു നൽകിയാൽ കേരള കോൺഗ്രസിന് 10 സീറ്റുകളാകും. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ 9 സീറ്റുകൾ വീതമായിരുന്നു CPI-എമ്മും കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചിരുന്നത്. 4 സീറ്റ് CPI-ക്ക് ഉണ്ടായിരുന്നു. ഇതിലൂടെയാണ് ഏതാണ്ട് 14 സീറ്റ് നേടിക്കൊണ്ട് ഇടതുമുന്നണി കഴിഞ്ഞ 5 വർഷം ജില്ലാ പഞ്ചായത്ത് ഭരിച്ചത്. അവിടെയാണ് ഇത്തവണ അധികമായ ഒരു സീറ്റ് വരുന്നത് എന്നുള്ളതാണ്. ഈ അധിക സീറ്റ് തങ്ങൾക്ക് വേണം, തലനാട് സീറ്റ് തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിന്ന് വൈകുന്നേരം നടക്കുന്ന യോഗത്തിൽ, രാത്രിയോടുകൂടി പൂർത്തിയാകാൻ സാധ്യതയുള്ള യോഗത്തിൽ ഉന്നയിക്കും എന്നാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഴയ പൂഞ്ഞാർ സീറ്റിന്റെ ഭാഗമായുള്ള ഭാഗങ്ങൾ അടർത്തിയാണ് തലനാട് സീറ്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല മറ്റ് സീറ്റുകളിൽ അങ്ങനെ കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ അധിക സീറ്റ് വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കും. എന്തായാലും അതായത് 9 സീറ്റ് എന്നുള്ളത് 10 സീറ്റ് വേണം എന്ന ആവശ്യത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അങ്ങനെ എത്തുമ്പോൾ ആ സീറ്റ് നൽകാൻ CPM തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്. അങ്ങനെ വന്നാൽ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും കൂടുതൽ സീറ്റുകൾ CPM-നേക്കാൾ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ്. അങ്ങനെ കേരള കോൺഗ്രസ് എം ആയി ഇവിടെയും മാറും. 10 സീറ്റ് എമ്മിന് ലഭിക്കുമ്പോൾ 9 സീറ്റിലേക്ക് CPM മാറുകയും ചെയ്യും. പക്ഷേ അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിലുണ്ടായ ഭിന്നതയാണ് പിളർപ്പിലേക്ക് നയിച്ചത്. അന്ന് കേരള കോൺഗ്രസ് എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എമ്മിലെ തന്നെ അജിത് മുദ്രമലയ്ക്ക് സീറ്റ് വേണമെന്ന ആവശ്യം ജോസഫ് ഗ്രൂപ്പ് ഉന്നയിച്ചതോടുകൂടിയാണ് പിളർപ്പിലേക്കും മറ്റും കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് UDF വിടുന്ന നിലയിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഇത്തവണ ഒരു കടുംപിടുത്തം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഏറ്റവും വലിയ പാർട്ടിയായി ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിനെ CPM അംഗീകരിക്കുമോ എന്ന ചോദ്യം ഇന്ന് രാത്രിയോടുകൂടി എന്തായാലും ഉണ്ടാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വൈകിട്ട് ഓൺലൈനിലാണ് യോഗം. BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. SIR-നെതിരെ നിയമ നടപടിക്ക് സർക്കാർ തയ്യാറായി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് 2 വർഷത്തിനു ശേഷം SSK ഫണ്ടായി 93 കോടി രൂപ ലഭിച്ചുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. SSKക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയും വൈകാതെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. PM ശ്രീ ഇതിൽ പ്രശ്നമാവില്ല, പ്രശ്നമുണ്ടെങ്കിൽ ഫണ്ട് അനുവദിക്കില്ലല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തു കൊന്നു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ അമ്മൂമ്മയാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മൂമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ചെല്ലാനം സ്വദേശി ആന്റണിയുടെ കുഞ്ഞാണ് മരിച്ചത്. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ഷിജ, ഇതിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്കമാലി കറുകുറ്റി ചീനിയിൽ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കറുകുറ്റി പയ്യപ്പള്ളി ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് കണ്ടെത്തിയത്. ഇതിൽ പ്രാഥമികമായി സംശയിക്കുന്നത് അമ്മൂമ്മയുടെ കൂടെയായിരുന്നു കുട്ടി കിടന്നിരുന്നത്. തുടർന്നാണ് കഴുത്ത് അറുത്ത നിലയിൽ, അതിന്റെ കഴുത്തിൽ നിന്ന് കുട്ടിയുടെ കഴുത്തിൽ
നിന്ന് രക്തം വരുന്ന നിലയിൽ കാണുകയും പിന്നീട് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അമ്മൂമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ അവർക്ക് ബന്ധുക്കൾക്കെല്ലാം തന്നെ അറിയാവുന്നത്. പിന്നീട് അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ കുഞ്ഞിന്റെ ജീവൻ വെടിഞ്ഞിരുന്നു. നിലവിൽ ഇപ്പോൾ അങ്കമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ കാര്യങ്ങൾ തിരിച്ചതിന് ശേഷം ആത്മഹത്യക്ക് കുട്ടിയുടെ അമ്മൂമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതായും ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമായാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. ഏതായാലും പോലീസ് അസ്വാഭാവിക മരണത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. അമ്മൂമ്മയോടൊപ്പം ഉറങ്ങിക്കിടത്തിയിരുന്ന കുട്ടിയാണ് പിന്നീട് കഴുത്തിൽ ചോരവാർന്ന നിലയിൽ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടവരുടനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനകം തന്നെ കുട്ടി മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നതും പുറത്തറിയുന്നതും. ശ്രീജ, അങ്കമാലി കറുകുറ്റിയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത. 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്നു. അത് കുട്ടിയുടെ അമ്മൂമ്മയാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതിനുശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മൂമ്മ ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റൊരു വാർത്ത കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. അമ്മ മുബഷീറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് വീട്ടിലെ കിണറ്റിൽ വീണ് കുഞ്ഞു മരിച്ചത്. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി. സുമേഷ്, പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ നേരിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്? ശ്രീജ, പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ മരണം കൊലപാതകമാണെന്നുള്ള സ്ഥിരീകരണത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് കുട്ടിയുടെ ഉമ്മ MP മുബഷീറ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാവിലെ 9:30 ഈ സംഭവം നടക്കുന്നത്. കുറുമാത്തൂർ പൊക്കുണ്ടിലെ ഹിലാൽ മനസ്സിലിൽ ജാബിറിന്റെ മകൻ 2 മാസം മാത്രം പ്രായമായ അമിഷ് അലനാണ് ഈ കിണറ്റിൽ വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്തത്. തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരിക്കുകയും ചെയ്തത്. എന്നാൽ അന്ന് തന്നെ ഈ മരണത്തിൽ ഈ പോലീസിനും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മ പറഞ്ഞത് കുളിപ്പിക്കുന്നതിനിടെ കൈ വഴുതി കുട്ടി കിണറിൽ വീണു എന്നാണ് കുട്ടിയുടെ ഉമ്മ ബന്ധുക്കളോടും അതുപോലെ തന്നെ പോലീസിനോടും പറഞ്ഞത്. എന്നാൽ അതിൽ സംശയം വരാൻ കാരണമായത് അതായത് ആൾമാറിയുള്ള കിണറാണ്, അതുപോലെ ഗ്രില്ല് അടച്ചുറപ്പുള്ള കിണറാണ്. ഇതിലൂടെ എങ്ങനെ ഈ 2 മാസം മാത്രം പ്രായമുള്ള കുട്ടി ഈ കിണറിൽ വീഴുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആദ്യം മുതൽ തന്നെ പോലീസിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വിശദമായ അന്വേഷണവും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലാണ് ഈ ഉമ്മ MP മുബഷീറ ഈ കുറ്റം സമ്മതിച്ചത്. ഏതായാലും ഉമ്മയെ പോലീസ് പോലീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മുബഷീറയെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കും. ശ്രീജ. ശരി, സുമേഷ് മൊറാഴയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നിർണായക ഉത്തരവിലേക്കാണ് ഇനി. മുസ്ലിം പുരുഷന്റെ 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ ഭാഗം കേട്ടിരിക്കണമെന്ന സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. ആദ്യ ഭാര്യ 2ാം വിവാഹത്തെ എതിർത്താൽ വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. 2ാം വിവാഹ രജിസ്ട്രേഷൻ നിഷേധിച്ച പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ കണ്ണൂർ സ്വദേശികൾ നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, വളരെ നിർണായകമായ ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ തലാഖ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ വരാറുണ്ട്, അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും. ഇപ്പോൾ ഈ 2ാം വിവാഹത്തിന് ആദ്യ ഭാര്യയുടെ സമ്മതം അല്ലെങ്കിൽ ആദ്യ ഭാര്യയെ കേട്ടിരിക്കണം എന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ്? തീർച്ചയായിട്ടും ശ്രീജ, ഒരു പ്രധാനപ്പെട്ട വിധിയാണ്. പ്രത്യേകിച്ചും ശരീഅത്ത് ലോ നിഷ്കർഷിക്കുന്നതനുസരിച്ചിട്ട് 2ാമത്തെ വിവാഹം കഴിക്കാം. ചില സാഹചര്യങ്ങളിൽ മുസ്ലിം പുരുഷന് 2ാമത്തെ വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് 2008 വിവാഹ രജിസ്ട്രേഷൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാനാകില്ല. അതും പ്രത്യേകിച്ചും ആദ്യ ഭാര്യയുടെ സമ്മതമില്ലെങ്കിൽ, അതായത് 2ാമത് വിവാഹം കഴിച്ചാൽ അത് രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിൽ അതിന് ആദ്യ ഭാര്യയെ കേൾക്കണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. ആദ്യ ഭാര്യയുടെ
മാനസിക പ്രശ്നങ്ങൾ പരിഗണിക്കാതെ പോകാനാകില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഇത്തരം വിവാഹങ്ങളിൽ ആദ്യ ഭാര്യയുടെ കൺസെന്റ് കിട്ടാതെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് കലാശിക്കുന്നതോ ഒക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിലവിൽ നിരവധിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണണം എന്നുള്ള തരത്തിൽ തന്നെയാണ്. ലിംഗസമത്വം സ്ത്രീയുടെ പ്രശ്നമല്ല. ലിംഗസമത്വം എന്ന് പറയുന്നത് മനുഷ്യാവകാശമാണ്, അതല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. അത് സ്ത്രീയെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല. ഇത് സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് പോലെ തന്നെ, അതായത് പുരുഷനെ ഒട്ടും താഴെയല്ല സ്ത്രീകൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടി, അങ്ങനെ ഒരു വിശാലമായ കോൺസെപ്റ്റ് കൂടിയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, ശ്രീജ സൂചിപ്പിച്ചതുപോലെ തുലാഖ് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും മുസ്ലിം നിയമങ്ങൾ ചർച്ചയാകുമ്പോൾ ഈ ഒഹുദ് യുദ്ധകാലത്താണ് ഈ 4 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ മക്ക മദീന യുദ്ധമുണ്ടാവുകയും ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമുണ്ടാവുകയും മുസ്ലിങ്ങൾ ആണുങ്ങൾ യുദ്ധത്തിന് പോയവർ ഏറെ ഭാഗം പുരുഷന്മാരും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവശേഷിച്ച പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഈ സ്ത്രീകളെ 4 പേരെ സംരക്ഷിക്കട്ടെ. ഈ സംരക്ഷണം എന്നുള്ളത് നിയമസാധുതയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അതിപ്പോഴും ശരീഅത്ത് നിയമപ്രകാരം തുടരുന്നുണ്ട്. അതേസമയം മുസ്ലിമിന് 4 വിവാഹമാകാം എന്നുള്ള ഒരു കോൺസെപ്റ്റും തുടരുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, പല പ്രദേശങ്ങളിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുസ്ലിം അതായത് വിവാഹം കഴിക്കാൻ വേണ്ടി രണ്ടാമതൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറി മുസ്ലിമായി മറ്റൊരു വിവാഹം കഴിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. അത്തരം കേസുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ കൂടി ഒരു പരിഹാരമാകേണ്ടത് ഇതൊക്കെ ചോദ്യചിഹ്നമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അതായത് ആദ്യ ഭാര്യയുടെ കൺസെന്റ് ഇല്ലാതെ രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതേസമയം വിവാഹം കഴിക്കാം, അതായത് മതം അനുശാസിക്കുന്ന വിവാഹം കഴിക്കാം. ശരീഅത്ത് നിയമപ്രകാരം മതം അനുശാസിക്കുന്നുണ്ട്, അത് വിവാഹം കഴിക്കാം. അത് പക്ഷേ നിയമപരമായി സാധുവാക്കണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. ആ രജിസ്ട്രേഷൻ നടപ്പിലാക്കില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 2008 നിയമപ്രകാരം രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ ആദ്യ ഭാര്യയുടെ കൺസെന്റ് വേണം. ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ ആ വിവാഹം പാടില്ല. സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലൂടെ. രാഹുൽ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവായി തന്നെ വേണം കാണാൻ. ചില സാഹചര്യങ്ങളിൽ രണ്ടാം വിവാഹം മുസ്ലിം പേഴ്സണൽ ലോ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കേണ്ടത് രാജ്യത്തെ ഭരണഘടനാപരമായ അവകാശങ്ങളാണ്. മതം അത് കഴിഞ്ഞേ വരൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു നിരീക്ഷണത്തെ എങ്ങനെയാണ് രാഹുൽ കാണുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരന്മാരുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വിധി വളരെ ബാലൻസ്ഡ് ആയൊരു വിധിയാണ്. കാരണം ഒരു മുസ്ലിം പുരുഷന് ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആദ്യ സ്ത്രീയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരിക്കരുത്. ബഹുമാനപ്പെട്ട കോടതിയുടെ 4, 5, 6 ഒബ്സർവേഷൻസിൽ കോടതി പറയുന്നത് പരിശുദ്ധ ഖുർആനും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അതായത് ആദ്യ സ്ത്രീയുടെ അറിവോ സമ്മതമോ കൂടാതെ സീക്രട്ട് റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്ത് അത് മാരേജായി കൊണ്ടുവരാനുള്ള അവകാശം ഒരു പുരുഷനില്ല. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ചിന്തിച്ചിട്ടില്ല, പരിശുദ്ധ ഖുർആനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ചിന്തിക്കുന്നില്ല. കാര്യം ആ സ്ത്രീയുടെ അവകാശങ്ങളുടെ ലംഘനമാണത്. അപ്പോ കോടതി വളരെ ബാലൻസ്ഡ് ആയ ഒരു വേർഡിക്റ്റാണ്. വ്യക്തിപരമായ നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ നമ്മുടെ രാജ്യം മുമ്പോട്ട് വെക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അടിസ്ഥാനപരമായ മനുഷ്യ അവകാശങ്ങൾ, ഇത്തരം കാര്യങ്ങളും കൂടെ വേണം. അതുകൊണ്ട് എന്റെ മുസ്ലിം സംഘടനകളോടുള്ള അഭ്യർത്ഥന, ഈ വിധിയുമായി എൻഗേജ് ചെയ്യണം. ഇതിനെ കണ്ണടച്ച് എതിർക്കരുത്. ഈ വിധിക്കൊരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ ചില അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ഈ പേഴ്സണൽ ലോ ഇല്ലാതാകുമെന്ന ഭീതിയിലാണ് പലപ്പോഴും മുസ്ലിം സംഘടനകൾ ഇത്തരം നിയമങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടില്ലെന്ന് പറയുന്നില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. പക്ഷേ കോടതികൾ അങ്ങനെയല്ല. കോടതികൾ പോസിറ്റീവായിട്ട് ഈ വിഷയത്തിൽ എൻഗേജ് ചെയ്യുകയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുത്തൊരു മുസ്ലിം സഹോദരി അവരൊരു കല്യാണം കഴിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ആ പുരുഷനെ അവരെ അറിയിക്കാതെ വേറെ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവർക്ക് അതിനെ എതിർക്കാനുള്ള റൈറ്റ് ഇല്ലേ? അപ്പോൾ ആ റൈറ്റിനെ നമ്മൾ കാണണം. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇതുമായിട്ട് എൻഗേജ് ചെയ്യണം. മുസ്ലിം പണ്ഡിതന്മാർ ഇതിൽ നിലപാടെടുക്കണം. അത് കണ്ണടച്ച് എതിർക്കുന്നതാകരുത്. അതിനൊരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. ഇത് കോടതി ഒരിക്കലും മതത്തെ മോശമായി കാണിക്കുകയല്ല. പക്ഷേ മതത്തിന്റെ എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന, പൊതുസമൂഹം മുമ്പോട്ട് വെക്കുന്ന, ആധുനിക ലോകം മുമ്പോട്ട് വെക്കുന്ന ചില നിയമങ്ങളും തത്വങ്ങളും ഉണ്ട്.
ഇതിനെ ബാലൻസ് ചെയ്യാനും സിനർജൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുമിക്കാനും ബ്ലെൻഡ് ചെയ്യാനും ഉള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കാണുന്നത് വളരെ ബാലൻസ്ഡ് ആയ ഒരു വെടിക്കാണ്. ആ കോടതിയുടെ വിധി ഞാൻ പോകുന്ന ദേശീയ മാധ്യമങ്ങളോട് സംസാരിച്ചു. കോടതിയുടെ വിധി ഞങ്ങൾ എന്റെ ഡീറ്റെയിൽസ് കാണുകയുണ്ടായി. ആ ഡീറ്റെയിൽസിൽ എവിടെയും മുസ്ലിം പേഴ്സണൽ ലോ ഇല്ലാതാക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ മതപരമായ അവകാശങ്ങൾ നിലനിൽക്കെ തന്നെ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് സമൂഹത്തിലെ മുഖ്യധാരാ മുസ്ലിം സംഘടനകൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കില്ല. അൾട്രാ കൺസർവേറ്റീവ് ഗ്രൂപ്പുകൾ കാണും. അവരുടെ പ്രധാന പേടി എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലോയും ആർട്ടിക്കിൾ 25 ഇത് കാരണം ഡയല്യൂട്ടഡ് ആകുമോ എന്നാണ്. അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടതെന്ന് അവരോട് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും അതെ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. ആദ്യ ഭാര്യ രണ്ടാം വിവാഹത്തെ എതിർക്കുകയാണെങ്കിൽ ആ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത്, കോടതിക്ക് മുന്നിലേക്ക് ആ പ്രശ്നത്തെ കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിലൊരു തീരുമാനമെടുക്കാമെന്നാണ്. അതല്ലാതെ ഇതിനെ എതിർക്കുകയല്ല. പക്ഷേ കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭരണഘടനാപരമായി എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ ഒരുപോലെയാണ്. ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്, അത് ആദ്യ ഭാര്യയുടേതായാലും നിഷേധിക്കപ്പെടരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു വിധിയിലേക്ക് എത്തുന്നത്. ആജ്ഞ സ്വാഭാവികമായും ഇപ്പോൾ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മതപരമായ എതിർപ്പ് ചിലപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ യാഥാസ്ഥിക വിഭാഗത്തിൽ നിന്നൊക്കെ ഒരു എതിർപ്പുണ്ടാകാൻ, മുസ്ലിം പേഴ്സണൽ ലോയിലേക്കുള്ള കടന്നുകയറ്റമാണോ എന്ന രീതിയിലൊക്കെ. പക്ഷേ അതിനും അപ്പുറത്ത് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക, എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നതല്ലേ ഈ വിധി കൊണ്ട് കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഇത്തരത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു പലപ്പോഴും ഈ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളിലേക്ക് എല്ലാ പൗരന്മാർക്കും അത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന വിധിന്യായങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഷാബാനു ബീഗം കേസ് അറിയാം. ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവനാംശത്തെ പറ്റിയുണ്ടായിരുന്ന തർക്കമാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും, മതത്തിന് മുകളിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഷാബാനു എന്ന് പറയുന്ന സ്ത്രീ ജീവനാംശം ആവശ്യപ്പെട്ട് കോടതിയിലെത്തുകയും എത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ ഈ നിയമങ്ങൾ കൊണ്ട്, ശരീഅത്ത് നിയമത്തിൻ്റെ പ്രയോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശരീഅത്ത് നിയമം പാലിക്കപ്പെടുന്നത് കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പല പഠനങ്ങളും പല സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോഴോ മൂന്നാമത്തെ വിവാഹം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തൊലാക്ക് ചൊല്ലുമ്പോഴോ അതുപോലും അല്ലെങ്കിൽ തൊലാക്കിൻ്റെ രീതികൾ പോലും യുദ്ധകാലങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആയിരുന്നോ? അതെനിക്ക് ഒന്നാം തൊലാക്ക്, രണ്ടാം തൊലാക്ക്, മൂന്നാം തൊലാക്ക് അങ്ങനെ നിരന്തരം ചൊല്ലിയ സ്ത്രീകളെ ഒഴിവാക്കിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ, അതും ശരീഅത്തിലോ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നില്ല. പലപ്പോഴും അത്തരം സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ അവരെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്ന തരത്തിലേക്ക് മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള നിയമത്തിന് ഇത്തരത്തിലുള്ള വയലേഷൻസ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ പറയുന്ന നിയമത്തിന്, അതല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റെ വിധിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു നിയമം, അതായത് രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ കൺസെന്റ് ആവശ്യമാണ്. ഇതിൽ മതം ദ്വിതീയമാണ്. ഉയർത്തുകയാണെങ്കിൽ അത് കേട്ടിരിക്കണം എന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ. ആദ്യ ഭാര്യയുടെ സമ്മതം എന്നതിന് അപ്പുറത്തേക്ക് ആദ്യ ഭാര്യയ്ക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കരുത്, മറിച്ച് അത് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നൊരു വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധിയാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിന്റെ ആദരം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ എക്സലൻസ് പുരസ്കാരം കൈതപ്രത്തിന് ഡോക്ടർ സി വി ആനന്ദബോസ് സമ്മാനിച്ചു. കൊച്ചി TDM ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാരദാനം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവർക്ക് ബംഗാൾ ഗവർണറായ ശേഷം ഡോക്ടർ സി വി ആനന്ദബോസ് ഏർപ്പെടുത്തിയതാണ് എക്സലൻസി പുരസ്കാരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,190 രൂപ, പവന്
73,520 രൂപ. വെള്ളി ഗ്രാമിന് 160 രൂപ, കിലോഗ്രാമിന് 1,60,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്.